ഇപ്പോൾ ഒരു 5 മണി 5:30 എല്ലാം ആയിട്ടുണ്ട് നമ്മൾ ഇവിടത്തേക്ക് എത്തിയിട്ടോ. അവിടെ എന്ന് വെച്ചാൽ മുരുടേശ്വരം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുരുടേശ്വരത്തേക്ക് തന്നെ പോയി റൂം എടുത്ത് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല, നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോയി കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കണം. പക്ഷെ വെക്കേഷൻ ടൈം അല്ലായിരുന്നിട്ടും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു ഇപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ December 8 എന്നിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് കുറേ പ്രാവശ്യം വരുന്ന സമയത്തും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു അമ്പലത്തിൻ്റെ അത് ഇനിയും 2 നില പണിയാനുണ്ട് എന്നാണ് ഇങ്ങനെ പറയുന്നത് കേട്ടത്, കൃത്യമായിട്ട് അറിയത്തില്ല. മാത്രമല്ല ഇപ്പം നമുക്ക് മുകളിലേക്ക് കയറാനില്ല, അവിടുന്ന് ഏറ്റവും മുകളിൽ ടോപ്പിൽ കയറിയിട്ട് അതിൻ്റെ പുറത്തേക്കുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. നമുക്കത് ടോക്കനല്ല, നമ്മൾ ഒരു എമൗണ്ട്, മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് ലിഫ്റ്റിൽ നമ്മൾ ഏറ്റവും മുകളിലെ നിലയിലേക്ക് എത്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയതിന് ശേഷമാണ് അത് കണ്ടത്. അവിടെ ക്യൂവും കാര്യങ്ങളെല്ലാം നിന്നിട്ടുണ്ടായിരുന്നു. അത് അകത്തേക്ക് കയറുന്നതാണ്, എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് ബീച്ച് സൈഡാണല്ലോ, അപ്പോൾ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ബീച്ച് ഡ്രസ്സസ് ഉണ്ട്, പിന്നെ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. ടീഷർട്ട്സ് ഉണ്ട്, റേറ്റ് കുറവാണ് കേട്ടോ. പിന്നെ ടോപ്സ് ഉണ്ട്, നല്ല നമ്മുടെ ഓരോരോ മോഡേൺ ആയിട്ടുള്ള ടോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ റേറ്റ് കുറവാണ്. ചില സ്ഥലത്ത് നമ്മുടെ സെയിം ഇവിടുത്തെ കേരളത്തിലത്തെ റേറ്റ് പോലെ തന്നെയാണ്. എന്നാലും ചില സ്ഥലത്ത് കുറവുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നോക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്, സ്പേസ് എല്ലാം കുറവാണ്, നല്ല തിരക്കുമാണ്. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള ആ ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കിട്ടിയിട്ട് നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. നമ്മൾ ഈ വന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൈമാണ്. എന്താ വെച്ചാൽ കുറച്ചും കൂടി നേരത്തെ എത്തുന്നതാണെങ്കിൽ, നമ്മൾ നേരത്തെ ആ ഒരു കടൽക്കരയിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവിടുത്തെ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയൊരു സമയത്ത് വെയിലും ഇല്ല, ആകെ നല്ലൊരു കാറ്റാണ് കേട്ടോ, തണുത്ത കാറ്റാണുള്ളത്. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടി, വണ്ടി അവിടെ പാർക്ക് ചെയ്തു. പക്ഷെ ഒരു ചായ കുടിക്കണം കേട്ടോ. അത്രയും ട്രാവൽ ചെയ്തിട്ടൊരു ചെറിയൊരു ഉറക്കമൊക്കെ നമുക്ക് ആ ഒരു ഉണ്ടാവില്ല. നമുക്ക് അമ്പലത്തിലെത്തുമ്പോൾ ഒരു ഫ്രഷ്നെസ് വേണ്ടേ. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്കൊരു ചായ കുടിക്കണം. അപ്പോൾ ആ ചായ കുടിക്കാനുള്ള ആ ഒരു ഇതും കൂടി നോക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചായയുടെ ഒരു പകുതി പോലും വരില്ല, പകുതിയുടെ പകുതിയായിട്ട് അത്രയും വരുള്ളൂ. അത്രയ്ക്കും ചെറിയ കപ്പും കുറച്ച് ചായ ഉണ്ട്, ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെറിയ വീഡിയോസ് കിട്ടിയ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരെ കടൽ സൈഡിൽ നോക്കി. പക്ഷെ മുമ്പ് വന്ന സമയത്ത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് അങ്ങനത്തെ ഒരു ബോട്ടിങ്ങൊന്നും കാണുന്നില്ല. പിന്നെ മുമ്പ് കടലിലൊക്കെ കുളിച്ച് നല്ല രസമായിരുന്നു. ഇപ്രാവശ്യം കുട്ടികളെല്ലാം നമ്മൾ അങ്ങനെ ഇറങ്ങാൻ നിന്നിട്ടാട്ടോ. അപ്പോൾ അവിടെ നിന്നില്ല ആ ഒരു കാറ്റും പിന്നെ ആ ഒരു കാണാൻ വേണ്ടിയിട്ടുള്ള കാഴ്ച അതെല്ലാം കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ചായ ഇതാണ് കേട്ടോ, അത്ര ചെറിയ ഗ്ലാസ്സാണ്, എന്നാലും നമുക്കൊരു റിഫ്രഷ് കിട്ടി. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് വരുമ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. ഇനി മുമ്പ് കുറേ കെട്ടാനുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 2 നില അത്രയായിട്ടാണെന്ന് തോന്നുന്നു ബാക്കി. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാനും പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ചെരുപ്പ് അവിടെ കൊടുക്കാനുണ്ട്, അപ്പുറത്തെ സൈഡിൽ കൊടുക്കാനുണ്ട്. അതിനെത്രയോ ക്യാഷ് കൊടുക്കണം തോന്നുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് 30 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്യൂ നിന്നിട്ട് പകുതിക്ക് എത്തുമ്പോഴാണ് നമുക്ക് അവിടുന്ന് കൂപ്പൺ മുറിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും അഡൾട്ടിന് 20, ചിൽഡ്രന് 10 രൂപ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ടോക്കൺ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ലിഫ്റ്റിൽ കയറാം. ലിഫ്റ്റിൽ ജസ്റ്റ് നോക്കാം, അത് ലിഫ്റ്റിൽ വേഗം കയറാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ലിഫ്റ്റിൽ കയറിയിട്ടില്ല, മുകളിൽ നിന്ന് വരുമ്പോൾ എല്ലാ സൈഡും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും വിൻഡോ. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ അപ്പർ സൈഡിലുള്ള കടൽ ബീച്ച് സൈഡിലുള്ള ആ ഒരു വ്യൂ ആണ്. അപ്പോൾ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ആ ഒരു ഇതിൻ്റെ ഇത് അറിയുന്നുണ്ടാവില്ല, ഡയറക്റ്റ് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ.
പിന്നെ ഇതാണ് മൊത്തത്തിലേക്ക് അകത്തുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓരോ സൈഡും അങ്ങനെ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും നിലയുണ്ട് കേട്ടോ, ഒരു നിലയുണ്ട്. അവിടെ വേറെ കുറച്ചാൾ കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കും സ്റ്റെപ്പ് കയറി പോയിട്ട് കാണാവുന്നതാണ്. പിന്നെ അപ്പം ഞാൻ അതിൻ്റെ ഓരോ സെക്ഷനിൽ എല്ലാ വിൻഡോയുടെ അടുത്തും എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ വീഡിയോ എടുക്കാനോ കാണാനോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒരാൾ പോകുന്നതിനനുസരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ സീ കാണുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഓരോ ഭാഗം അപ്പുറം ഇപ്പുറം ഒരു ഭാഗത്ത് പോകുമ്പോൾ നമ്മുടെ ശിവൻ്റെ പ്രതിമ ഉണ്ടല്ലോ, അപ്പോൾ അത് കാണും. അത് നല്ല രീതിയിൽ കാണും. അപ്പോൾ ഇതൊരു നൈറ്റ് ഏകദേശം ആ ഒരു ഫുൾ ലൈറ്റായിട്ടുള്ള ആ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഫുൾ ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ വിൻഡോ സൈഡിൽ നിന്ന് ആരെങ്കിലും മാറിയാലല്ലേ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടോ, നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ കാണാൻ എന്തായാലും വരാം കേട്ടോ, എന്തായാലും ശ്രമിക്കുക. കുട്ടികളുണ്ട് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട്, മുതിർന്നവരുണ്ടെന്നൊന്നും വിചാരിച്ചിട്ട് ഇതാക്കാൻ നിൽക്കണ്ട. കാരണം വയസ്സായവരുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാണാതിരിക്കണ്ട, എന്തായാലും കാണണം. ലിഫ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് നമ്മുടെ മുകളിലെത്തിക്കും താഴെയിലെത്തിക്കും, നമുക്ക് പടിയൊന്നും കയറേണ്ട ഒരാവശ്യവും വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ കുറച്ച് അമ്പലത്തിൻ്റെ മെയിനായിട്ടുള്ള ആകെ ഒരു പോർഷൻ മാത്രമല്ല അമ്പലം, ബാക്കിയുള്ള ഇത് നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ടെമ്പിളിലേക്ക് പോകണമെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പം ഞാൻ ടെമ്പിളിനകത്തേക്ക് കയറിയിട്ടില്ല, ഏട്ടൊരു ഏച്ചി പിന്നെ കുട്ടികൾ മാത്രമാണ് കയറിയത്. അപ്പോൾ ഞാൻ ഏട്ടനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ടെമ്പിളിൻ്റെ അകത്ത് കയറുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സൈസല്ല എടുത്തത്, നമ്മുടെ ഷോർട്ട് സൈസാണ് കേട്ടോ ഏട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം അതിനകത്തേക്ക് കയറി. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പകുതി വെച്ച് സപ്പോർട്ട് നിർത്തരുത്, മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നമ്മൾ അങ്ങനെ എൻട്രൻസിൽ അവിടേക്ക് എത്തി. അവിടെ എത്തിയിട്ട് ഞാനും അവിടെ സ്റ്റോപ്പായിട്ടോ. പിന്നെ ബാക്കി അവരാണ് പോയി നോക്കിയത്. അപ്പം ഇവിടുത്തെ വീഡിയോ കണ്ടിട്ട് ചുറ്റില്ലേ ഞാൻ വീഡിയോ പിടിച്ചു വീഡിയോ വാ ഏറ്റുണ്ടാവൂലേ മാവളെ അംശേ അങ്ങനെ നമ്മൾ വേണ്ട പുറത്തേക്ക് ഇറങ്ങി കേട്ടോ.
അപ്പോൾ അമ്പലത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇതും ഇപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളാക്കി. പക്ഷേ ഈ ഒരു ടൈമായിട്ട് പോലും ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പിൽ തന്നെ കയറി നിന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. അല്ലാതെ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി. പിന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ താഴെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇനിയുള്ളതൊക്കെ ഞാനപ്പോൾ ഇതൊന്നും ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ഒന്നും ബാക്കിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ റൂമിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ലിഫ്റ്റിൽ കയറി കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ മുരുടേശ്വരം നേരത്തെ പോയതാണല്ലോ. പോയിട്ട് വന്നിട്ട് റൂം എടുത്തിട്ട് നമ്മൾ ഫുഡും കഴിച്ചിട്ട് വരുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം അങ്ങനെ നേരെ റൂം ഓപ്പൺ ചെയ്ത് നേരെ കയറി കിടക്കാം. അത്ര തന്നെ. നാളെ രാവിലെ എഴുന്നേൽക്കാം. വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം, ഇല്ലെങ്കിൽ നേരെ വീട്ടിലൊക്കെ ഇട്ട് വിടാം. അപ്പോൾ വേറെ പോകാൻ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാനിങ്ങൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് നല്ല ക്ഷീണമുണ്ട്. കുട്ടികൾ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രാവലായതുകൊണ്ട്. അപ്പം നമ്മൾ വേറൊരു ദിവസത്തേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഏട്ടനും ഉറങ്ങല എത്ര വേഗം? എന്താ എത്ര വേഗം ഉറങ്ങുന്നത്? പാവനെ കുറെ ഡ്രൈവ് ചെയ്തല്ലേ. തണുത്ത് പറക്കുന്നില്ല. AC ഫുള്ളിട്ട് ഫാനും ഇട്ട്. TV നോക്കണോ? ഏട്ടൻ വൈബ്.